കഴിഞ്ഞ ആഴ്ച ടെൽ അവീവിനടുത്തുള്ള യാവാന നഗരത്തിലെ ഒരു കെട്ടിടത്തിൽ യമൻ ഡ്രോൺ പതിച്ചിരുന്നു. നവംബർ 27-ന് ലബനനിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഹൂതികൾ ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുകയാണ്. ഇസ്രായേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നതിന് പുറമെ ഗസയിലെ ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യമെന്ന പേരിൽ ചെങ്കടലിലും ചുറ്റുമുള്ള കപ്പലുകളിലും ഹൂതികൾ ആക്രമണം നടത്തുന്നുണ്ട്. അതേസമയം തന്നെ സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ തൽക്കാലം പിൻവലിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗോലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യം നെതന്യാഹു തള്ളുകയായിരുന്നു. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന മറ്റൊരു ക്രമീകരണം വരുന്നതുവരെ സൈന്യത്തെ പിൻവലിക്കുന്ന കാര്യം ആലോചനയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഗോലാൻ കുന്നുകളുടെ അതിർത്തിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള സിറിയയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഹെർമോൺ പർവ്വതത്തിൽ ഇരുന്നുകൊണ്ടാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. ആദ്യമായിട്ടാണ് സിറിയയിൽ ഒരു ഇസ്രായേൽ നേതാവ് ഇത്രയും ദൂരം എത്തുന്നത്. 53 വർഷം മുമ്പ് ഒരു സൈനികനായി താൻ ഇതേ പർവ്വത ശിഖരത്തിലായിരുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു.